യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചന ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1 യോഹന്നാൻ 1:7 റോമ 3:25-26 എഫേഷ്യൻസ് 1:7 ഹെബ്രായർ 9:14 ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18 വെളിപാട് 12:11 ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആബാ പിതാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെളിപാട് 12:1-2 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരോടും ചേർന്ന് സ്തുതിക്കുന്നു. ഈശോയെ, അവരുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊളോസ്സോസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ജോൺ പോൾ II ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ജൂഡിനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെയിന്റ് ആന്റണിയോടും സെയിന്റ് ജോണിനോടും സെയിന്റ് പോളിനോടും ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് പാദ്രെ പിയോടും സെയിന്റ് ജോൺ മരിയ വിയാനിയോടും ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്താൽ ഓരോരുത്തരെയും ഈശോയെ സംരക്ഷിക്കണമേ. സക്രിയ 2:5 സക്രിയ 9:8 വചനത്തിലൂടെ ഈശോയെ ഈ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. സങ്കീർത്തനം 147:13 വചനത്തിന്റെ അഭിഷേകത്താലും ഈശോ യോഗ്യതയാലും നിന്നുകൊണ്ട് കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫിലിപ്പിയർ 2:9-11 വരെ വചനത്തിലൂടെ അപ്പസ്തോല നടപടി 4:12 ഈശോ അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും ഏശയ്യാ 22:22 ജോബ് 12:14 വെളിപാട് 3:7 8:16 സങ്കീർത്തനം 107:20-21 മത്തായി 16:19 യോഹന്നാൻ 20:23 വചനത്തിലൂടെ 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഈ മക്കളുടെ മേലും ഇവരുടെ തലമുറകളുടെ മേലും ഇവരുടെ ബന്ധുക്കളുടെ മേലും ഇവരുടെ സുഹൃത്തുക്കളുടെ മേലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ എഫേസസ് 2:2 എഫേസസ് 5:6 ഏശയ്യാ 30:1 നിയമോത്തരം 21:20 1 സാമുവേൽ 15:23 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവരൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ എഫേഷ്യൻസ് 3:5 തലമുറകളുടെ കടന്നുള്ള എല്ലാ സ്വാധീനങ്ങളെയും സങ്കീർത്തനം 51:5 ദീർഘകാലമായി വിട്ടുപോകാത്ത അരൂപികള്, തഴക്കദോഷങ്ങള്, സ്വാധീനങ്ങള്, രോഗപീഠകളുടെ മേലുള്ള
അരൂപികള് ബാറൂക്ക് 4:35 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. റോമ 1:23, സങ്കീർത്തനം 106:26, നിയമാവർത്തനം 4:16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും, നിയമാവർത്തനം 4:19 മുതലുള്ള വചനത്തിലൂടെയും, എസെക്കിയേൽ 8:16 നിയമാവർത്തനം 17:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. എസെക്കിയേൽ 26:16, എസെക്കിയേൽ 29:3, ഏശയ്യാ 27:1, ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും, റോമ 3:14 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 എല്ലാ തരത്തിലുള്ള ലോക അരൂപികളുടെ സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലും വൈരാഗ്യ വിദ്വേഷ അരൂപികളെ ഉൽപ്പത്തി 4:5 അപ്പസ്തോലനടപടി 8:23, ഹെബ്രായർ 12:14-15 വചനത്തിലൂടെയും, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും, എഫേഷ്യൻസ് 4:31, പ്രഭാഷകൻ 28:1 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെയും, സങ്കീർത്തനം 109:3 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം ഈശോയെ. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ രൂപികള് ജെറമ്യാ 50, 30, 31 വചനത്തിലൂടെയും, ലൂക്ക 1:51, ഒബേദ്യ 1:3, ഏശയ്യാ 14:12, പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും, എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ രൂപികള് യോഹന്നാൻ 7:17-18 വചനത്തിലൂടെ, ആത്മപ്രശംസകളുടെ രൂപികള് യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ വ്യാജ പ്രവാചകരുടെ സ്വാധീനങ്ങളെ കൂട്ടത്തോടെ എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, 2 തെസ്സലോനിക്ക 2:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള കാപട്യത്തിന്റെ രൂപികള് 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എതിർ പ്രാർത്ഥനകൾ, പൂജകളിലൂടെ കടന്നു വരുന്ന രൂപികളെ, പൈശാചിക ഉടമ്പടികളെ യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ അതിന്റെ സ്വാധീനത്താൽ ഈശോയെ പലതരത്തിലുള്ള രോഗപീഠകൾ, അശുദ്ധി, കൃപയിലുള്ള വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഈ സ്വാധീനങ്ങളെ കൂട്ടത്തോടെ 1 കൊരിന്തോസ് 10:19-20 വചനത്തിലൂടെയും, ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെയും, ലേവ്യർ 19:26 ലേവ്യർ 19:31 നിയമാവർത്തനം 32:17 സങ്കീർത്തനം 106:28 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെയും, എസെക്കിയേൽ 13:20 ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലും അധർമ്മികളുടെ സ്വാധീനത്താൽ ഈശോയെ കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച, മാനസിക അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അധർമ്മികളുടെ സ്വാധീനത്തെ ജ്ഞാനം 1:16 ജ്ഞാനം 3:19 സങ്കീർത്തനം 22:16 സങ്കീർത്തനം 22:20 സങ്കീർത്തനം 53:4 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ.
പലതരത്തിലുള്ള പ്രബോധനം, തെറ്റായ പ്രബോധനത്തിലൂടെ കടന്നു വരുന്ന ബോധ്യങ്ങളുടെ സ്വാധീനങ്ങളെ യേശു നാമത്തിൽ ഹെബ്രായർ 13:8-9 വചനത്തിലൂടെയും എഫേഷ്യൻസ് 4:11 അപ്പോസ്തലന്മാർ 17:21 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. സ്നേഹത്തിൽ നിന്ന് മാറി ഈശോയെ കുറ്റാരോപണത്തിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ അരൂപികള്, പൈശാചിക അരൂപികളാണ് ഈശോയെ. അവയെല്ലാം പ്രഭാഷകൻ 11:7 പുറപ്പാട് 23:7 മത്തായി 7:1 യാക്കോബ് 4:11-12 റോമ 2:1 സക്രിയ 3:1 വെളിപാട് 12:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നുണയുടെ സ്വാധീനങ്ങളെ യോഹന്നാൻ 8:44 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. യോഹന്നാൻ 10:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. അപ്പോസ്തലന്മാർ 13:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെറ്റായ കൂട്ടുകെട്ടുകളുടെ സ്വാധീനങ്ങളെ യേശുനാമത്തിൽ സംസാരത്തിലൂടെ, മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന ഈ സ്വാധീനങ്ങളെ ജ്ഞാനം 4:12 1 കൊരിന്തോസ് 15:33 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. നിദ്രാലസ അരൂപികളെ റോമ 11:8 ഏശയ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണങ്ങളെ, യേശുവിലെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന ഈ സ്വാധീനങ്ങളെ എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എതിർ ക്രിസ്തുക്കൾ, അതിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1-12 വരെയുള്ള വചനത്തിലൂടെ മത്തായി 24:24 എല്ലാ തരത്തിലുള്ള വ്യാജ ദർശന പ്രവചന അരൂപികളെ ജെറമിയ 14:14 എസെക്കിയേൽ 22:28 അപ്പോസ്തലന്മാർ 16:16 എല്ലാ തരത്തിലുള്ള വ്യാജ അടയാളങ്ങളുടെ സ്വാധീനങ്ങളെ വെളിപാട് 16:13-14 വചനത്തിലൂടെ മത്തായി 24:23-24 വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:3-15 വരെ വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഭോജനാസക്തികള്, പലതരത്തിലുള്ള മദ്യത്തിന്റെ അടിമത്തം, സ്മോക്കിംഗ്, ഡ്രഗ് അഡിക്ഷൻസ്, അതിന്റെ മേലുള്ള സ്വാധീനങ്ങൾ ഫിലിപ്പിയ 3:19 റോമ 16:18 ഏശയ്യ 5:11 ഏശയ്യ 5:12 ഏശയ്യ 5:22 ഏശയ്യ 28:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന എല്ലാ രൂപികളെയും കൂട്ടത്തോടെ ജോബ് 40:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളായ രൂപികള് ഏശയ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും നാഹൂം 1:9-12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഏശയ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു, ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ വചനത്തിന്റെ കവാടം തുറന്നു തരണമേ. കൊളോസസ് 4:3 ഈശോയെ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്താൽ നിരക്കണമേ. റോമ 5:5 അഭിഷേകം ചെയ്യണമേ. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് യു ജീസസ്. മഹത്വം. ഈശോയെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. യേശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യാ 42:1. യേശയ്യാ 42:1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം. ഞാൻ എന്റെ ആത്മാവിനെ അവനു നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ഇന്ന് നാം ധ്യാനിക്കുക കർത്താവിന്റെ ദാസനെ കുറിച്ച്. ദൈവം ആദാം, നോഹ, അബ്രാഹാം, മോശ, ദാവീദ് എന്നിവരോട് ഉടമ്പടി ചെയ്തു. ഓരോ ഉടമ്പടിയും ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. ഉടമ്പടി സ്നേഹത്തിന്റെ പരമസാക്ഷ്യമായി ദൈവം തന്റെ ദാസനായി യേശുവിനെ നിശ്ചയിക്കുന്നു. ആ നിശ്ചയം പൂർത്തിയാകുന്നത് നാം വായിക്കുക മത്തായി 3:16-17 മത്തായി 3:16-17 തിരുവചനങ്ങൾ. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. ഈ ദാസൻ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധി നമുക്കായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഏശയ്യാ 42:7 വായിക്കുക. യേശയ്യാ 42:7. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിനുടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഏശയ്യാ 61:3-4 യേശയ്യാ 61:3-4 തിരുവചനങ്ങൾ. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ടു നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ലൂക്കാ 4:18. ലൂക്കാ 4:18. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. ഹെബ്രായർ 9:15. ഹെബ്രായർ 9:15. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ
നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. യേശുവിൽ പ്രകടമായ ഉടമ്പടി സ്നേഹത്തിന് 3 മുഖങ്ങളാണ് നാം ഇന്ന് കാണുക. ആദ്യത്തേത് കഷ്ടതയിലുള്ള അനുസരണം. യേശുവിന്റെ സ്നേഹം കഷ്ടതയിൽ തെളിഞ്ഞു. അവൻ പിതാവിന്റെ ഇഷ്ടത്തെ ഏറ്റെടുത്തു, സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചു. ലൂക്ക 22:42. ലൂക്ക 22:42. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. യോഹന്നാൻ 4:34. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഫിലിപ്പിയ 2:6-8 വരെയുള്ള വചനങ്ങൾ. ഫിലിപ്പി 2:6-8 വരെ തിരുവചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഹെബ്രായർ 5:8. ഹെബ്രായർ 5:8. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. രണ്ടാമത്തെ ഈ ഉടമ്പടി സ്നേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് താഴ്മയുള്ള സേവനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. യേശുവിന്റെ സേവനം ദുർബലരെ ഉയർത്തുന്ന സേവനമായിരുന്നു. അവൻ അധികാരം ഉപയോഗിച്ചില്ല, ആളുകളെ കീഴടക്കിയില്ല. അവൻ സ്നേഹത്തോടെ, സഹനത്തോടെ, ദയോടെ അവരെ ഉയർത്തി. മർക്കോസ് 10:45. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. യോഹന്നാൻ 13:1. യോഹന്നാൻ 13:1. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:4-5 വചനങ്ങൾ. യോഹന്നാൻ 13:4-5 തിരുവചനങ്ങൾ. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാല എടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. സക്രിയ 9:9. സക്കറിയ 9:9. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അവന്റെ ശക്തി പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കരുണയായിരുന്നു. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അവിടുന്ന്
ക്ഷണിക്കുന്നത്. മത്തായി 11:28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. മത്തായി 11:28 മുതൽ 30 വരെ തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. റോമ 15:1. റോമ 15:1. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. യേശുവിന്റെ താഴ്മയുള്ള സേവനം ശാന്തിയും നിശ്ചലതയും നിറഞ്ഞതായിരുന്നു. അവൻ അതിജീവനത്തിന് ശക്തിക്കായി തർക്കമുണ്ടാക്കിയില്ല. ഏശയ്യാ 53:7. യേശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യാ 42:2. യേശയ്യാ 42:2. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. 1 പത്രോസ് 2:23. 1 പത്രോസ് 2:23. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈശോയുടെ ദാസസ്നേഹത്തിന്റെ പൂർണ്ണത യാഗമായ സ്നേഹത്തിലാണ്. യോഹന്നാൻ 15:13. യോഹന്നാൻ 15:13. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. റോമ 5:8. റോമ 5:8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഏശയ്യാ 53:5. യേശയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ലൂക്ക 23:46. ലൂക്ക 23:46. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഉടമ്പടി സ്നേഹം യേശു ക്രിസ്തുവിൽ പൂർണ്ണതയിൽ എത്തിയിരുന്നു. അങ്ങനെയാണ് നമുക്ക് പുതിയ ഉടമ്പടിയായി മാറുന്നത്. ലൂക്ക 22:20b. ലൂക്ക 22:20. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിയുടെ ലക്ഷ്യം ഹൃദയത്തിൽ നിയമം എഴുതപ്പെടുക, ആത്മാവിലുള്ള ജീവിക്കുന്ന ജനങ്ങൾ. ജെറമിയ 31:33. ജെറമിയ 31:33. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ
ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. 2 കൊരിന്തോസ് 3:6. 2 കൊരിന്തോസ് 3:6. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ദൈവം മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പരമസാക്ഷ്യം യേശുക്രിസ്തുവിലാണ്. അവൻ കഷ്ടതയിൽ അനുസരണം, താഴ്മയുള്ള സേവനം, യാഗമായ സ്നേഹം എന്ന് 3 മുഖങ്ങളിലൂടെ ദാസനായി ജീവിച്ചു. അങ്ങനെ നമ്മളും ദാസരായി വിളിക്കപ്പെട്ടവരാണ്. മറിയം പറഞ്ഞു, ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പൗലോസ് അവനെ കുറിച്ച് പറഞ്ഞു, റോമ 1:1. റോമ 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പത്രോസ് എഴുതി 2 പത്രോസ് 1:1. 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശിമിയോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത്. യാക്കോബും അങ്ങനെ തന്നെ എഴുതി. യാക്കോബ് 1:1. യാക്കോബ് 1:1. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്, വിജാതരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് അഭിവാദനം. വെളിപാട് ദാസർക്കാണെന്ന് യോഹന്നാൻ പറയുന്നു. വെളിപാട് 1:1. വെളിപാട് 1:1. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. യേശുക്രിസ്തുവിന്റെ ദാസരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരെങ്കിൽ അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കണം? പ്രഥമമായിട്ട് അത് ശ്രവണത്തിലൂടെയും അതിന്റെ തുടർച്ചയായി വരുന്ന അനുസരണത്തിലൂടെയാണ്. 1 സാമുവേൽ 3:10. 1 സാമുവേൽ 3:10. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനത ശ്രവിക്കുന്നു. സാമുവേലിനെ കുറിച്ച് പറയുന്നൊരു വചനം നാം ആഴമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം. 1 സാമുവേൽ 3:19. 1 സാമുവേൽ 3:19. സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇട വരുത്തിയില്ല. സാമുവേൽ കൃപയിൽ വളർന്നത് ഒന്നും വ്യർത്ഥമാകാൻ കാരണമാകാത്തൊരു ജീവിതമായിരുന്നു. കർത്താവിന്റെ ദാസരാകാൻ വിളിക്കപ്പെട്ടവർ ആയ നാം ഓരോരുത്തരും ഈ വഴിയെ യാത്ര ചെയ്യേണ്ടവരാണ്.
2 കൊരിന്തോസ് 6:1. 2 കോരിന്തോസ് 6:1. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവകൃപ വ്യർത്ഥമാകുന്ന അവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നും സംഭവിക്കാവുന്ന ഒരു മേഖലയാണ് വ്യർത്ഥ ഭാഷണം. ഒരു വ്യർത്ഥ ഭാഷണത്തിലൂടെ ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ച ദൈവകൃപ നഷ്ടപ്പെടാം. അതിനാൽ ദൈവദാസരായി കൃപയിൽ വളരുന്ന നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. എഫേഷ്യൻസ് 5:4. എഫേസോസ് 5:4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ആത്മാവിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേ അപരനെ ശ്രവിക്കാവൂ. കാരണം അപരനിലുള്ള സംഭാഷണത്തിലൂടെ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഏതരൂപിക്കും പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ദൈവാത്മാവാണെങ്കിൽ ദൈവാത്മാവ്, പൈശാചികാത്മാവാണെങ്കിൽ പൈശാചികാത്മാവ്, മാനുഷിക രീതികളാണെങ്കിൽ മാനുഷിക രീതികൾ. എസെക്കിയേൽ 2:2. എസെക്കിയേൽ 2:2. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പ്രഭാഷകൻ 19:6. പ്രഭാഷകൻ 19:6. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. നാം ദൈവവചനം ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടുത്തെ ദാസർ എന്ന നിലയ്ക്ക് അനുഗ്രഹീതരായി മാറുന്നത്. യോഹന്നാൻ 14:21. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ദാസർക്കാണ് അവിടുന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ വെളിപാടാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അറിവുകളല്ല. അറിവുകള് അജ്ഞതയെ മാറ്റുള്ളൂ. വെളിപാടുകളാണ് ആത്മാവിൽ വളർത്തുക. അതുകൊണ്ടാണ് വെളിപാടിനായി പൂർണ്ണമായി സമർപ്പിക്കേണ്ടത്, കൃപയ്ക്ക് കീഴിലാകേണ്ടത്. കൃപ ഉണ്ടെന്ന് അഭിനയിക്കുന്നതല്ല, പൂർണ്ണമായി കൃപയുടെ കീഴിലാവുന്നതാണ്. റോമ 6:14. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പ്രഭാഷകൻ 50:29. പ്രഭാഷകൻ 50:29. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാവും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. ലൂക്ക 11:28. ലൂക്ക 11:28. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഏശയ 1:19.
യേശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ദാസരാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. ജ്ഞാനം 6:25. ജ്ഞാനം 6:25. എന്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. ലൂക്ക 1:45. ലൂക്ക 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവവചന ശ്രവണത്തിലൂടെയാണ് വിശ്വാസം വളരുന്നത്. റോമ 10:17. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസത്തിന്റെ ആഴമായ പ്രകടനമാണ് ദാസരിൽ കാണുന്ന വിശ്വസ്തത. കാരണം ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥരാക്കുന്നത് വിശ്വസ്ത ദാസന്മാരെയാണ്. അത് വെളിപാടുകൾ കൊടുത്തുകൊണ്ടാണ്. 1 കൊരിന്തോസ് 4:1-2. 1 കൊരിന്തോസ് 4:1-2 തിരുവചനങ്ങൾ. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. വെളിപാട് 17:14. വെളിപാട് 17:14. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. വെളിപാട് 2:10. വെളിപാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടേണ്ടതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. വിശ്വസ്തതയിൽ വളരാൻ ശുദ്ധ മനസ്സാക്ഷിയിൽ ജീവിക്കണം. അപ്പസ്തോല നടപടി 23:1. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23:1. പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, ഇന്നേ വരെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത്. അപ്പസ്തോല നടപടി 24:16. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24:16. ദൈവത്തിന്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 3:16. 1 പത്രോസ് 3:16. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. യേശുക്രിസ്തുവിനുണ്ടായ താഴ്മയുള്ള സേവനം അവിടുത്തെ ദാസർക്കും ഉണ്ടാകണം. അവിടുത്തെ ദാസരിലെ 3 പ്രത്യേക ഗുണങ്ങളിൽ അവര് വളരണം. യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രശംസ തേടരുത്. ലൂക്ക 22:25-26. ലൂക്ക 22:25-26 തിരുവചനങ്ങൾ.
അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷനെ പോലെയും ആയിരിക്കണം. കൊളോസോസ് 3:23. കൊളോസോസ് 3:23. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. യേശു ക്രിസ്തുവിന്റെ ദാസന്മാർ ഈ ലോകത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അവിടത്തെ ശുശ്രൂഷിക്കേണ്ടത്. മത്തായി 6:1-2. മത്തായി 6:1-2 തിരുവചനങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. കൊളോസോസ് 3:24. കൊളോസോസ് 3:24. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. എഫേഷ്യൻസ് 6:6-8 വരെയുള്ള വചനങ്ങൾ. എഫേസോസ് 6:6-8 വരെ തിരുവചനങ്ങൾ. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുൻപിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ. മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിനു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മത്തായി 25:40. മത്തായി 25:40. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മൂന്നാമത്തതായി, കർത്താവിന്റെ ദാസര് സ്വന്തം അവകാശം ഉറപ്പിക്കരുത്. അവരില് എപ്പോഴും ഒരു ശാന്തതയും നിശ്ചലതയും ഉണ്ടാകണം. ലൂക്ക 12:29-30. ലൂക്ക 12:29-30 തിരുവചനങ്ങൾ. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. കർത്താവിന്റെ ദാസരായി കൃപയിൽ വളരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ മേഖല ശാന്തത കളയുന്ന, നിശ്ചലത കളയുന്ന തർക്കങ്ങള്, വിവാദങ്ങള്, അവയിലൊന്നും പങ്കുചേരാതിരിക്കുക. അവിടത്തെ ദാസൻ കലഹപ്രിയനാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാലാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ദാസന്മാരായി കൃപയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായി മാറുകയുള്ളൂ. 2 തിമോത്തി 2:24. 2 തിമോത്തി 2:24. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. 1 കൊറിന്തോസ് 3:3. 1 കൊറിന്തോസ് 3:3.
എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? 2 തിമോത്തി 2:23. 2 തിമോത്തി 2:23. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 തിമോത്തി 6:4. 1 തിമോത്തി 6:4. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലിത്തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും ഔവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. 1 തിമോത്തി 1:6. 1 തിമോത്തി 1:6. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർദ്ധശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 2 തിമോത്തി 2:14. 2 തിമോത്തി 2:14. ഇതവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ. തീത്തോസ് 3:9. തീത്തോസ് 3:9. അതുപോലെ അർദ്ധശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാലികളെ കുറിച്ചുള്ള ചർച്ചകളിലും കലഹത്തിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. ജോബ് 15:3. ജോബ് 15:3. നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ദാസർ ലോകത്തിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാറില്ല. 2 തിമോത്തി 2:4. 2 തിമോത്തി 2:4. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. കർത്താവിന്റെ വിശ്വസ്തദാസനായി കൃപയുടെ ശുശ്രൂഷ ചെയ്യാൻ, ശാന്തതയിൽ ജീവിക്കാൻ ഉത്സാഹിക്കണം. 1 തെസ്സലോനിക്ക 4:11. 1 തെസ്സലോനിക്ക 4:11. ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ദാസന്റെ യാഗമായ സ്നേഹം അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങളാണ്. അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുക വഴിയാണ് ലോകം ക്രിസ്തുദാസരെ ചപ്പും ചവറുമായിട്ടാണ് കാണുക എന്നുള്ള ബോധ്യത്തിലും ആയിരിക്കണം അവിടുത്തെ വഴിയിൽ സഞ്ചരിക്കേണ്ടത്. 1 കൊരിന്തോസ് 4:13. 1 കൊരിന്തോസ് 4:13. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ചിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. വിലാപങ്ങൾ 3:45. വിലാപങ്ങൾ 3:45. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി.
കൊളോസോസ് 1:11. കൊളോസോസ് 1:11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കൊളോസോസ് 1:24. കൊളോസോസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാവുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. 2 തിമോത്തി 3:12. 2 തിമോത്തി 3:12. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഫിലിപ്പിയ 1:29. ഫിലിപ്പി 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മത്തായി 5:12. മത്തായി 5:12. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോല നടപടി 5:41. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. കർത്താവിന്റെ ദാസന് ഏത് ശുശ്രൂഷ അവസാനിക്കുമ്പോഴും ഉണ്ടാകേണ്ട മനോഭാവം. ലൂക്ക 17:9-10. ലൂക്ക 17:9-10 തിരുവചനങ്ങൾ. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. ഉടമ്പടി സ്നേഹത്തിന്റെ പൂർണ്ണതയായ യേശുവിൽ നിന്ന് നാം ദാസരാകുമ്പോൾ കഷ്ടതയിലും അനുസരിക്കുവാനും അങ്ങനെ ഐശ്വര്യം നേടുവാനും നേടിയ ഐശ്വര്യത്തെ താഴ്മയുള്ള സേവനമായി പ്രതിഫല ഇച്ഛയില്ലാതെ സേവനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ അവിടുത്തെ പ്രകാശമായി യാഗമായ സ്നേഹമാകാൻ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.